സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര യോഗം വിളിച്ച റവന്യൂ മന്ത്രി കെ രാജൻ 5 ലക്ഷം പേരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനമായി. ഡാമുകളിൽ റൂറൽ കർവ് പാലിക്കുന്നതിനാൽ നിലവിൽ ആശങ്ക വേണ്ടെന്നും കെ രാജൻ പറഞ്ഞു. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, നിലവിലെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ജാഗ്രത ജനങ്ങൾ തുടരണമെന്ന് നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരികയാണ്. മറ്റ് വിശദാംശങ്ങൾ. കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ തന്നെ ഈ അതിതീവ്ര മഴയും മറ്റ് സാഹചര്യം ഒക്കെ തന്നെ പരിഗണിച്ചാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലയിലെയും കളക്ടർമാരുമായി മന്ത്രി യോഗം ചേർന്നിട്ടുണ്ട്. ആയിരുന്നു യോഗം ചേർന്നത്. എന്തായാലും ഇതിൽ തന്നെ അതിതീവ്ര മഴയെ തുടരാനും ചക്രവാത ചുഴിയും രൂപപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിൽ തന്നെ ഈ സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നത് വളരെയധികം ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. എന്തായാലും 5 ലക്ഷം പേരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡാമുകളിൽ റൂൾ കർവ് പാലിക്കുന്നതിനാൽ നിലവിൽ ആശങ്കകൾക്ക് ഇടയില്ലെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലയുടെയും സാഹചര്യം മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കും. എന്തായാലും ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് എല്ലാ ജില്ലാ ഭരണകൂടങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഡാമുകൾ ഉൾപ്പെടെ തുറക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ആണ് ഈ തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത് ഡാം തുറന്നത്. അതോടൊപ്പം തന്നെ അസുരൻകുണ്ട് ഡാമിലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരുന്നു. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കാറ്റ് വീശുന്നതും ആശങ്ക പടർത്തുന്നുണ്ട്. പല സ്ഥലത്തും തൃശൂർ ജില്ലയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് ഭാഗികമായി തകരാറുകൾ സംഭവിച്ചു. എന്തായാലും ഇങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകളുടെ കാര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് അവധി നൽകണമോ എന്നുള്ളത് സ്വതന്ത്രമായി അതാത് ചുമതലപ്പെട്ടവർ അത് തീരുമാനിക്കണമെന്ന കാര്യം മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നതായിരിക്കും ചെയ്യുക. മനോജ്, തീരദേശ ജനങ്ങളുടെ സുരക്ഷ പരിഗണിക്കുന്നുണ്ടോ? അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും തീരദേശത്തുള്ളവർക്കും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ സുരക്ഷ സംബന്ധിച്ച് മന്ത്രി ഓരോ ജില്ലയിലെയും കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അവരോട് ജില്ലാ കളക്ടർമാരോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിപ്പാർപ്പിക്കണമോ എന്നുള്ള കാര്യം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആ വിവരങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. റൈറ്റ്. തൃശ്ശൂരിൽ നിന്ന് എം മനോജ് വിവരങ്ങൾ പങ്കുവച്ചു.